ഹായ് ഫ്രണ്ട്സ്, നാം ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് OLX-ൽ ഒരു പരസ്യം എങ്ങനെ പോസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ആദ്യമായി പ്ലേ സ്റ്റോറിൽ പോയിട്ട് OLX-ൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ആപ്പ് ഡയറക്റ്റ്ലി ഓപ്പൺ ചെയ്യുന്നു. OLX-ൻ്റെ എന്നുള്ള ആപ്ലിക്കേഷൻ ഡയറക്റ്റ്ലി ഓപ്പൺ ചെയ്തു. നമുക്കതിനകത്ത് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റിലേക്ക് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലൊക്കേഷൻ അവിടെ കാണിക്കും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എവിടെയാണ്, അല്ലെങ്കിൽ ആ ലൊക്കേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ലൊക്കേഷനായിരിക്കും അവിടെ കാണിക്കുന്നത് ആദ്യം, ഈ ഒരു ലൊക്കേഷൻ്റെ സിമ്പിളിനടുത്തായിട്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഫൈൻഡ് കാർ, മൊബൈൽ ഫോൺസ് ആൻഡ് മോർ. ദാറ്റ്സ് മീൻ എന്താണ് നമുക്ക് എന്തെങ്കിലും ഒരു യൂസ്ഡ് സാധനം വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കാറാണ് വാങ്ങിക്കുന്നത്, വാഗണാർ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സെർച്ച് ചെയ്യാം. എന്താണോ വാഗണാറോ, അല്ലെങ്കിൽ മാരുതിയുടെ വാഗണാറോ, ടൊയോട്ടയുടെ ഇന്നോവയോ, അല്ലെന്നുണ്ടെങ്കിൽ മറ്റു ടാറ്റയുടെ നെക്സോൺ, പിന്നെ ഹ്യുണ്ടായുടെ, അങ്ങനെ എന്താണോ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. ഈവൻ ഇപ്പോൾ കാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് പ്രോപ്പർട്ടീസാണ് വേണ്ടതെങ്കിൽ അങ്ങനെ, ഫർണിച്ചേഴ്സാണ് നോക്കുന്നതെങ്കിൽ അങ്ങനെ, ജോബ്സ് ആണെങ്കിൽ അങ്ങനെ, ഇലക്ട്രോണിക്സ് ആണെങ്കിൽ അപ്ലയൻസ് അങ്ങനെ, മൊബൈൽസ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് ഡയറക്റ്റ്ലി സെർച്ച് ചെയ്യാനാണ് ഈ ഒരു സെർച്ച് ഓപ്ഷൻ. ദെൻ അതിന് തൊട്ട് താഴെ തന്നെ കാറ്റഗറി വൈസ് അവർ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അവിടെ നമുക്ക് കാണാം പ്രോപ്പർട്ടീസ്, കാർസ്, ഫർണിച്ചർ, ജോബ്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, മൊബൈൽസ്, ബൈക്സ്, ബുക്സ്, സ്പോർട്സ് ആൻഡ് ഹോബീസ് ആൻഡ് ഫാഷൻ. ആൻഡ് ദർ ഇസ് എ ഓപ്ഷൻ ഫോർ സീ ഓൾ. നമുക്കത് സീ ഓൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതിനകത്ത് കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ്ലി നേരത്തെ ഔട്ട്സൈഡ് കണ്ട കുറേ ഓപ്ഷൻസും കൂടാതെ അതിനകത്ത് ഫാഷൻ, പെറ്റ്സ്, സർവീസസ് എന്നീ ഓപ്ഷൻസ് നമുക്കിതിനകത്ത് അഡീഷണലായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കാറാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ആ കാറിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്കതിനകത്ത് കാണാൻ പറ്റും. ദെൻ നമുക്കിങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ അതിനകത്ത് കാണുന്നത് റീസെൻ്റ്ലി ആഡ് ചെയ്തിരിക്കുന്ന പരസ്യങ്ങൾ. ഈ ലൊക്കേഷനിൽ, ഞാൻ നിൽക്കുന്ന ലൊക്കേഷനിൽ ആഡ് ചെയ്തിരിക്കുന്ന പരസ്യങ്ങളായിരിക്കും ആദ്യം വരുന്നത്. പിന്നെ ഈ കാണുന്ന ഫീച്ചേർഡ് എന്ന് കാണിച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പേയ്മെൻറ്റ് കൊടുത്ത് അക്സെപ്റ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ പേയ്മെൻറ്റ് കൊടുത്ത് ആഡ് ചെയ്യുന്നതാണ് ഈ കാണുന്ന ഫീച്ചേർഡ് എന്ന് പറഞ്ഞ് ലേബലിൽ കാണുന്ന നമ്മൾ പരസ്യങ്ങൾ. അവരതിന് പ്രത്യേകം പേയ്മെൻറ്റ് ഈടാക്കുന്നുണ്ട് ഈ ഫീച്ചേർഡ് എന്ന് പറഞ്ഞിട്ട്. പല പ്ലാനുകളുണ്ട്, നമുക്ക് ഒത്തിരി പ്ലാൻസ് അതിനകത്ത് യൂസ് ചെയ്യാം. അത് നമുക്ക് വരുന്ന വഴി പരിചയപ്പെടാം. നമ്മൾ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ, അതായത് ഇതിനകത്ത് ഈ ലൊക്കേഷൻ, ഞാൻ നിൽക്കുന്ന ലൊക്കേഷനിലുള്ള ആഡുകൾ, അല്ലെങ്കിൽ ഈ ലൊക്കേഷന് ചുറ്റും കൊടുത്തിരിക്കുന്ന ആഡുകൾ ഫസ്റ്റ് റീസെൻ്റ്ലി അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അടുത്തായിട്ടുള്ള ആഡുകളായിരിക്കും ആദ്യം കാണിക്കുന്നത്. പിന്നെ കുറച്ചുകൂടി ദൂരേക്കുള്ള ആഡുകളും കാണിക്കും. ഇതിപ്പോൾ ഫുള്ള് നമുക്കൊരു എന്താ പറയുക, എല്ലാ ആഡുകളും എന്തൊക്കെ ആഡുണ്ടോ അത് ഫുള്ള് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നമുക്കതൊരു എന്താ പറയുക, ഒന്നും സോർട്ട് ഔട്ട് ചെയ്യണം. ഇപ്പോൾ കാറാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ കാർസിനകത്ത് പോവുക. കാർസിനകത്ത് പോയതിന് ശേഷം ഇപ്പോൾ ഏത് കാറാണ് നോക്കുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ കാർസ്, അതിന് തൊട്ട് താഴെ തന്നെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, സ്പെയർ പാർട്സ്, അതർ വെഹിക്കിൾസ് ആൻഡ് വ്യൂ ഓൾ. അല്ലെങ്കിൽ ഈ വ്യൂ ഓൾ മീൻസ് നമുക്ക് എല്ലാം കൂടി കാണാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് വ്യൂ ഓൾ. ഇപ്പോൾ ഞാൻ കാറ് മാത്രമാണ് നോക്കുന്നതെങ്കിൽ കാറ് മാത്രം സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ കാറാണ് നോക്കുന്നത്. ഇപ്പോൾ ഞാൻ നോക്കുന്നത് മാരുതിയുടെ ഒരു വാഗണർ ആയിരിക്കും നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് കാർ സെലക്ട് ചെയ്തു. കാർ സെലക്ട് ചെയ്യുമ്പോൾ പിന്നെ വരുന്നൊരു വിൻഡോ എന്ന് പറയുന്നത് ലെറ്റ്സ് ഫൈൻഡ് യുവർ നെക്സ്റ്റ് കാർ. നമുക്കതിന് സോർട്ട് ഔട്ട് ചെയ്യാം. നമ്മൾ നോക്കുന്ന ബഡ്ജറ്റ്, നമ്മൾ എത്ര രൂപയ്ക്കകത്തുള്ള ബഡ്ജറ്റാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബഡ്ജറ്റിനകത്തുള്ള കാർ. ഇപ്പോൾ നമ്മൾ എല്ലാ കാറും കാണുമല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു 3 ലക്ഷം രൂപയ്ക്കുള്ള വണ്ടിയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ 30 ലക്ഷം രൂപയുടെയും 30,000 രൂപയുടെയും കാർ നമുക്ക് കാണണ്ടല്ലോ. അപ്പോൾ നമുക്ക് അത്രയും കൺവീനിയൻ്റ് ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒരു 3 lakhs നോക്കുന്നതെങ്കിൽ നമുക്ക് സോർട്ട് ചെയ്യാം. ഒരു 2.5 മുതൽ 3 വരെയുള്ള ബഡ്ജറ്റ്, അല്ലെങ്കിൽ 2.5 മുതൽ 3.5 വരെയുള്ള ബഡ്ജറ്റായിരിക്കും ഞാൻ നോക്കുന്നത്. അപ്പോൾ ഞാനത് സോർട്ട് ചെയ്യണം. 2.5 മുതൽ എനിക്കത് 3.5 വരെ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് തന്നെ. അപ്പോൾ നമുക്കതിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബഡ്ജറ്റിനകത്തുള്ള ആഡായിരിക്കും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത്. എല്ലാ ആഡും നമുക്ക് കാണേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ സ്പെസിഫൈഡ് ആയിട്ടൊരു മോഡലാണ് നോക്കുന്നതെങ്കിൽ, ഞാൻ വാഗണറാണ് നോക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഈ വ്യൂ ആൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഓപ്ഷൻസും അതിനകത്ത് വരും. അതല്ല, ഇപ്പം നമ്മൾ ഈ ഒരു വ്യൂ ഓൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതാണ് ഞാനിപ്പോൾ നോക്കുന്നത് മാരുതി വാഗണറാണ്. മാരുതി സുസുക്കി വാഗണർ. വാഗണറിൻ്റെ 3-4 മോഡലുണ്ട്. പിന്നെ സ്റ്റിംഗ്ടേ എന്ന് പറഞ്ഞ മോഡലുണ്ട്, വാഗണർ ഡിയോ ഉണ്ട്, വാഗണർ 1 ലിറ്റർ എഞ്ചിൻ വരുന്നുണ്ട്, നോർമൽ വാഗണറും ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കുന്നത് നോർമൽ വാഗണർ ആയതുകൊണ്ട് ഞാൻ ആ വാഗണർ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ദെൻ സെർച്ച് കൊടുക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഏരിയയുടെ ചുറ്റിനുമുള്ള ആഡ്, അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഡിസ്പ്ലേയിങ് ആഡ്സ് വിതിൻ 10 കിലോമീറ്റർ ഫ്രം യു.
അതായത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള ആഡുകളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഫസ്റ്റ് ഒരു 347 പ്രൈസ് വരുന്നൊരു വാഗൺ 2015 മോഡൽ കാണുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് എന്താ പറയുക, ഒരു സ്റ്റാർട്ട് സെല്ലിങ്, നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് ഇപ്പോൾ എനിക്കൊരു കാറ് വിൽക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സ്റ്റാർട്ട് സെല്ലിങ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡയറക്റ്റ്ലി സെല്ല് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇതിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് അതിനകത്ത് ആഡ് പോസ്റ്റ് ചെയ്ത് സെല്ല് ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷനാണ് സ്റ്റാർട്ട് സെല്ലിങ് കാണിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേയിങ് ആഡ്സ് വിത്തിൻ 20, അതായത് നേരത്തെ നമ്മൾ കണ്ടു 10 കിലോമീറ്ററാണ് കണ്ടത്, ഇതിപ്പോൾ 20 കിലോമീറ്റർ. അങ്ങനെ ഡിസ്റ്റൻസ് കൂടിയാണ് നമ്മൾ താഴേക്ക് പോകുമ്പോൾ കാണുന്നത്. 20 കഴിഞ്ഞാൽ തന്നെ 50 കിലോമീറ്ററായി. അങ്ങനെ ഒരു അപ്പ് ആൻഡ് ഡൗൺ കിലോമീറ്റർ നമുക്ക് അതിനകത്ത് സെർച്ച് ചെയ്യാൻ പറ്റും. പിന്നെ വാഗണറാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ആഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആഡ് ഓപ്പൺ ആവുന്നു. അതിനകത്ത് ആ ഒരു ആഡ് പോസ്റ്റ് ചെയ്തേക്കുന്ന ആളിട്ടേക്കുന്ന ഫോട്ടോസ് നമുക്ക് എത്തുന്നുണ്ടോ അതെല്ലാം ഡയറക്റ്റ്ലി ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ലൊക്കേഷൻ, അല്ലെങ്കിൽ ഇതിപ്പോൾ കിളിമാനൂർ കിടക്കുന്ന വണ്ടിയാണ്, കിളിമാനൂർ എന്ന സ്ഥലത്ത് കിടക്കുന്ന വണ്ടിയാണ്. 2015 മോഡൽ 58,000 കിലോമീറ്റർ വണ്ടി. നമുക്ക് ഈ കാണുന്ന വണ്ടിയുടെ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതിന് ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ, പിന്നെ ആരാണ് ഇട്ടേക്കുന്ന ഒരു യൂസറിൻ്റെ ഒരു പ്രൊഫൈൽ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. പിന്നെ ഒരു ഏകദേശം ഒരു ലൊക്കേഷൻ, ഇത് ക്ലിയർ ആയിരിക്കണമെന്നില്ല എങ്കിലും ഒരു ഏകദേശം ലൊക്കേഷൻ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാം. പിന്നെ ഇതിനകത്ത് കാണുന്ന ആഡ് ഐ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഡ് പോസ്റ്റ് ചെയ്തേക്കുന്ന ID നമ്പറാണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് കാണുന്ന റിപ്പോർട്ട് ദിസ് ആഡ്, ഇതിൻ്റെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിപ്പോൾ ഈ കാണുന്ന ആഡ് ഇറവലൻ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ഫേക്ക് ആണെന്ന് തോന്നുന്നു, നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആഡുകളാണ്. ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കാണുന്ന ഇത് OLXൻ്റെ സജഷനാണ് ഈ കാണുന്നത്. ഇപ്പോൾ അവരുടെ പരസ്യം ഇത് കാണുന്ന ഔട്ട്സൈഡ് പരസ്യമാണ്, ബൈക്കിൻ്റെ പരസ്യം കാണുന്നത്. പിന്നെ നമുക്ക് ഈ വാഗണറിൻ്റെ ഓണറോട്ട് നമുക്ക് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുള്ളി കോൾ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. ഡയറക്റ്റ്ലി കോൾ ചെയ്യാൻ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചാറ്റിന് പകരം കോളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ പുള്ളിക്ക് ചാറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, പുള്ളിയൊക്കെ നമുക്ക് സംസാരിക്കുമ്പോഴത്തേക്ക് വണ്ടി എത്രയ്ക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഇത് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ നമുക്കൊരു ഓഫർ അങ്ങോട്ട് ഇത്ര രൂപ കിട്ടിയാൽ കൊടുക്കുമോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് ചോദിക്കാം. അതിനകത്തുള്ള ഓപ്ഷൻസ് ഇവിടെ ഡയറക്റ്റ്ലി ഉണ്ട്. ഈസ് ഇറ്റ് അവൈലബിൾ ആണ് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി എപ്പോഴാണോ ഓൺലൈൻ വരുന്നത് അപ്പോഴത്തേക്കായിരിക്കും എൻ്റെ റിപ്ലൈ വരുന്നത്. പുള്ളി ഇപ്പോൾ കോൾ ബട്ടൺ ആക്റ്റീവ് ആക്കിയിട്ടില്ല, സോ പുള്ളി മെസ്സേജ് ആയിരിക്കും നോക്കുന്നത്. ഞാനിപ്പോൾ ഒരു മെസ്സേജ് അയച്ചു, പുള്ളി എപ്പോഴത്തേക്കാണോ വരുന്നത് ആ സമയത്ത് അത് കണ്ടെത്തിക്കോളും, ഞാൻ റിപ്ലൈ തരും. അപ്പോൾ മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ ഓപ്ഷനുണ്ട് ഇവിടെ, എന്താണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്, അങ്ങനത്തെ മെസ്സേജ് നമുക്ക് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട് ഇതിനകത്ത് തന്നെ. പിന്നെ നമ്മൾ എന്താ പറയുക, ഇതിപ്പോൾ നമ്മളൊരു കാറ് വാങ്ങിക്കുന്ന കാര്യമാണ് നോക്കിയത്, അല്ലെങ്കിൽ ഒരു സാധനം OLXന്ന് എങ്ങനെ വാങ്ങിക്കാം എന്നുള്ളതാണ് നോക്കിയത്. നമുക്ക് ആഡ് കണ്ട് ഇഷ്ടപ്പെട്ട ആഡ് കണ്ട് കോൺടാക്ട് നമ്പർ കളക്ട് ചെയ്ത് നമുക്ക് ഡയറക്റ്റ്ലി വിളിച്ച് അതിനകത്ത് സംസാരിച്ച് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് നമുക്ക് അതിന് എത്ര പ്രൈസിന് കിട്ടും, അങ്ങനെയുള്ള കാര്യം, വണ്ടി എവിടെ പോയെന്നാൽ കാണാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കാര്യം നമുക്ക് ചോദിച്ച് അതിനകത്ത് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് കിട്ടും. നമുക്ക് മെസ്സേജ് ചെയ്തോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്തോ ആ ഒരു ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ലവ് ബട്ടൺ കാണാനുണ്ട്, ഹാർട്ട് ബട്ടൺ, അത് നമുക്ക് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് സേവ് ആവും. സേവ് മീൻസ് മൈ ആഡ്സിന് അത് സേവ് ആവും. അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് പിന്നീട് എടുത്ത് സോർട്ട് ഔട്ട് ചെയ്യാതെ പെട്ടെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ലൈക്ക് ചെയ്തേക്കുന്ന ആഡിൽ മൈ ആഡ്സിനകത്തുള്ള ഓപ്ഷനുണ്ട്. ആഡ്സിൻ്റെ പോകുമ്പോഴത്തേക്ക് ഫേവറേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അതിനകത്ത് കാണും. നമ്മൾ ലൈക്ക് ചെയ്തേക്കുന്ന ആഡ് ഇതിനകത്ത് നമുക്ക് കാണാം. പെട്ടെന്ന് നമുക്ക് സെർച്ച് ചെയ്യാതെ തന്നെ ഡയറക്റ്റ്ലി എടുക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഈ കാണുന്ന ഫേവറേറ്റ്സ്, അല്ലെങ്കിൽ ആ ലോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വരുന്നത്. ദെൻ ഇപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു വണ്ടി എന്തെങ്കിലും വിൽക്കണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു ആഡ് ഡയറക്റ്റ്ലി പോസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആഡ് തന്നെ കണ്ടിന്യൂ ചെയ്യണോ, അത് ന്യൂ ആഡിലേക്ക് പോകണോ, അല്ലെങ്കിൽ പുതിയ ആഡ് പോസ്റ്റ് ചെയ്യണോ എന്നുള്ളതാണ് ഈ കാണിച്ചേക്കുന്നത്. ഞാനിപ്പോൾ പുതിയൊരു ആഡ് പോസ്റ്റ് ചെയ്യാനായിട്ടാണ് എടുക്കുന്നത്, പോസ്റ്റ് ന്യൂ ആഡ്. അപ്പോൾ അതിനകത്ത് ഏത് കാറ്റഗറിയിലാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്, എന്താണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കാറാണെങ്കിൽ കാർ, മൊബൈലാണെങ്കിൽ മൊബൈൽ, ബൈക്കാണെങ്കിൽ ബൈക്ക്, ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, ഫർണിച്ചർ, പ്രോപ്പർട്ടീസ്, ബുക്ക്, സ്പോർട്സ്, ഹോബീസ് ആൻഡ് മോർ കാറ്റഗറീസ്. ഈ മോർ കാറ്റഗറീസ് എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത് ഈ നേരത്തെ നമ്മൾ കണ്ടുപോലെ തന്നെ ഫാഷൻ വരുന്നുണ്ട്, പെറ്റ്സ് വരുന്നുണ്ട്, സർവീസസ് വരുന്നുണ്ട്. ഇതിലേതാണോ നമുക്ക് വേണ്ടത് ആ ഒരു കാറ്റഗറി സെലക്ട് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു കാറാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനകത്ത് കാർ എന്നുള്ള കാറ്റഗറിക്കകത്ത് തന്നെ നേരത്തെ പറഞ്ഞാൽ 4 ഇത് വരുന്നുണ്ട്, അതർ വെഹിക്കിൾസ്, സ്പെയർ പാർട്സ്, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, കാർസ്. അപ്പോൾ ഞാൻ കാറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കാർ സെലക്ട് ചെയ്തു.
അപ്പോൾ അതിനകത്ത് ഏത് ബ്രാൻഡ് ഫസ്റ്റ് അതിൻ്റെ ജസ്റ്റ് ബേസിക് ഡീറ്റെയിൽസാണ് ചോദിച്ചിരിക്കുന്നത്. ആ വണ്ടി ഏത് തരം വണ്ടിയാണ് എന്നുള്ളൊരു ഡീറ്റെയിൽ, അതായത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ കണ്ടതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളതിനകത്ത് ഫസ്റ്റ് ബ്രാൻഡാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഒരു എന്താ പറയുക, ഏത് വണ്ടിയാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ഇതിനകത്ത് ബ്രാൻഡിനകത്ത് ഞാനിപ്പോൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്നോവ അല്ലെങ്കിൽ എക്സാമ്പിൾ ഒരു ഡിസയർ ആണെന്ന് കരുതുക. അപ്പോൾ മാരുതി സുസുക്കി എന്നുള്ള ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിനകത്ത് ഏതാണ് വണ്ടി, സ്വിഫ്റ്റ് ഡിസയർ സെലക്ട് ചെയ്തു. ഏതാണ് മോഡൽ, ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് 2013 മോഡലാണ്. അത് കൊടുത്തു. അത് ഏത് തരം ഫ്യൂവലാണ് യൂസ് ചെയ്യുന്നത്, CNG ആണോ, ഹൈബ്രിഡ് ആണോ, ഡീസലാണോ, പെട്രോൾ ആണോ, LPG ആണോ, ഏതാണോ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഡീസൽ കാറാണ്, ഡീസൽ സെലക്ട് ചെയ്യുന്നു. ഇതിന് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, ഞാൻ ഉപയോഗിക്കുന്ന കാർ ഇപ്പോൾ ഒരു 78,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കിലോമീറ്റർ അതിനകത്ത് മെൻഷൻ ചെയ്തു. ആഡ് ടൈറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് കാണുന്ന ആഡ് ടൈറ്റിൽ എന്ത് വേണം. ഞാനിപ്പോൾ കൊടുക്കുന്നു മാരുതി സുസുക്കി ഡിസയർ VDI 2013. ഇതായിരിക്കും ഞാൻ കൊടുക്കുന്ന ടൈറ്റിൽ. ഈ ടൈറ്റിലായിരിക്കും എൻ്റെ ആഡിന് മുകളിൽ ഇതിനകത്ത് അവർ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആ കൊടുക്കുന്ന ആഡിൽ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ അത് മാരുതി സുസുക്കി ഡിസയർ VDI 78,000 കിലോമീറ്റർ, ബ്ലൂ കളർ. അതിൻ്റെ ഡീറ്റെയിൽസ് ടയർ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ടയർ കണ്ടീഷൻ ആവറേജ്, നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽസ് കൂടെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ജസ്റ്റ് കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒരു ഡിസ്ക്രൈബ് ചെയ്തത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ദെൻ അതിനകത്ത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഞാൻ ഈ ഫോട്ടോയാണ് സെലക്ട് ചെയ്യുന്നത്, ഡിസയറിൻ്റെ. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് പ്രൈസ് എത്രയാണ് ഉദ്ദേശിക്കുന്നത്, അതൊരു ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ 425 സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു പ്രൈസ് അതിനകത്ത് ആഡ് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. അതിനകത്ത് ലൊക്കേഷൻ എവിടെയാണ് സെയിൽ ചെയ്യേണ്ടത്, ആ ഒരു ലൊക്കേഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ എൻ്റെ വണ്ടി എവിടെയാണുള്ളത് എന്നുള്ളൊരു ലൊക്കേഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിനകത്ത് ലൊക്കേഷൻ ഇപ്പോൾ സെയിം ആണ്, കഴക്കൂട്ടത്താണുണ്ടെങ്കിൽ കഴക്കൂട്ടം സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് വെരിഫൈഡ് ഫോൺ നമ്പർ കാണിക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതായത് ഈ നമ്പർ നേരത്തെ കണ്ട ഒരു ഡയറക്റ്റ് കോൾ ബട്ടൺ വേണോ, അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് കോൾ ബട്ടൺ വേണമെങ്കിൽ ഈ ഒരു ബട്ടൺ ഓപ്ഷൻ സെലക്ട് ചെയ്തേക്കുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് ഓഫ് ചെയ്തേക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാറ്റ് ആയിരിക്കും, നേരത്തെ കണ്ട പോലെ ചാറ്റ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ എൻ്റെ പോസ്റ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡയറക്റ്റ്ലി പോസ്റ്റ് ആവും. ഞാനിപ്പോൾ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, സോ ഞാനത് ബാക്ക് പോവാണ്. അപ്പോൾ അതുപോലെ നമുക്ക് എന്താണോ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം അതിനകത്ത് നമുക്ക് ഓരോ കാറ്റഗറി ബേസ് ചെയ്ത് നമുക്കിത് ആഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ കണ്ടിന്യൂ വിത്തൗട്ട് സേവിങ് കൊടുക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ ക്വിറ്റ് വിത്തൗട്ട് സേവിങ് കൊടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എന്തായാലും ആഡ് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, സോ ഞാൻ ഡിസ്കാർഡ് കൊടുക്കുന്നു. ഇതിൽ നമുക്കൊരു ആഡ് പോസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണോ വിൽക്കാനുള്ളത് ആ ഒരു സാധനം നമുക്കിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ്റ്. ഈ ഒരു ചാറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഈ കണ്ടേക്കുന്ന ആഡുകളിൽ ആരുമായിട്ട് സെല്ല് ചെയ്ത് അല്ലെങ്കിൽ ചാറ്റ് ചെയ്തേക്കുന്നത് നമുക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊരു പുതിയൊരു ചാറ്റ് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ, മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതിനകത്ത് അറിയാൻ പറ്റും. നമുക്ക് ആർക്കാണ് മെസ്സേജ് അയച്ചേക്കുന്നത് അല്ലെങ്കിൽ എന്ത് വണ്ടിയാണ്, നമുക്ക് ആ ചെയ്തേക്കുന്ന റീസെൻ്റ്ലി ഉള്ള ചാറ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടും. നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ അതിൻ്റെ ചാറ്റാണെങ്കിൽ ആ ഒരു ചാറ്റിംഗ് ലിസ്റ്റ് വരും. സെല്ലിങ്, നമ്മൾ വിൽക്കാൻ ഇട്ടേക്കുന്ന ഐറ്റത്തെ കുറിച്ചുള്ള ചാറ്റാണ് നോക്കേണ്ടെങ്കിൽ ഈ ഒരു സെല്ലിങ് എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്യാം. ആ ഒരു ചാറ്റ് വരും. എക്സ്പ്ലോർ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ നമുക്ക് ഞാൻ ഈ പറഞ്ഞാൽ എൻ്റെ ലൊക്കാലിറ്റി അനുസരിച്ചിട്ട് അവർ ആഡ് സെറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. ഈ ലൊക്കേഷനിൽ എന്തൊക്കെ ആഡ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. മൈ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനകത്ത് നമുക്ക് അക്കൗണ്ട് എഡിറ്റിങ്ങോ അങ്ങനെ അല്ലെങ്കിൽ കാര്യങ്ങളും പ്രൈവസി സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രൈവസി ഉണ്ടാകും. ഫോൺ നമ്പർ വിസിബിലിറ്റി, അങ്ങനെ ഫോൺ നമ്പർ നമുക്കിപ്പോൾ ആഡ് പോസ്റ്റ് ചെയ്യുന്നത് കാണിക്കേണ്ടെന്നുണ്ടെങ്കിൽ
പ്രൈവസി നമുക്ക് മാറ്റിയിടാൻ പറ്റും. ഈ കാണുന്ന ഷോ മൈ ഫോൺ നമ്പർ ഇൻ ആഡ്സ്, ഇത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നോർമലാക്കി കഴിഞ്ഞാൽ, അതായത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഡിനകത്ത് നമ്മുടെ നമ്പർ കാണിക്കത്തില്ല, ചാറ്റ് ഓപ്ഷൻ മാത്രമേ നോക്കുന്ന ആളിന് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഈ ആപ്പിൻ്റെ ലോഗിൻ ഇവിടുന്ന് പാസ്വേഡ് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഓപ്ഷൻസാണ് പ്രൈവസിക്കകത്ത് വരുന്നത്. ദെൻ നോട്ടിഫിക്കേഷനകത്ത് വരുമ്പോൾ റെക്കമെൻഡേഷൻ, സ്പെഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കാണിക്കുന്ന റെക്കമെൻഡേഷൻ, കൂടുതൽ റെക്കമെൻഡേഷൻ, അതായത് ഞാൻ സെർച്ച് ചെയ്ത് ബേസ് ചെയ്തിട്ടായിരിക്കും അവരത് റെക്കമെൻഡ് ചെയ്യുന്നത്. അത് വേണമെങ്കിൽ അത് ഓൺ ചെയ്തിടാം, വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം. അങ്ങനെയുള്ള ഓപ്ഷൻ സ്പെഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഓഫേഴ്സ്, റിസീവ് അപ്ഡേറ്റ്സ്, ഓഫേഴ്സ്, സർവീസ് ആൻഡ് മോർ. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്, നമുക്കത് വിൽക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ സെറ്റിങ്സ്, ഇപ്പോൾ അക്കൗണ്ട് ഓൾറെഡി ചെയ്തിട്ട് അത് ഡീആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സെറ്റിങ്സിനകത്ത് ഡീആക്ടിവേറ്റ് അക്കൗണ്ട് ആൻഡ് ഡിലീറ്റ് മൈ ഡേറ്റ, ആ അക്കൗണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് ഡിലീറ്റ് ആയി പോകും, OLXൻ്റെ സൈറ്റിനകത്ത് ഡിലീറ്റ് ആയി പോകും. നമുക്കിപ്പോൾ പേയ്മെൻറ്റ് കൊടുത്താണ് ആഡ് ആക്റ്റീവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആഡ് പോസ്റ്റ് ചെയ്യാനുള്ള പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കാണും. ഞാനിപ്പോൾ പേയ്മെൻറ്റ് കൊടുത്ത് ആഡ് ചെയ്യാത്തത് കൊണ്ട് ഇതിനകത്തൊന്നുമില്ല. ആക്റ്റീവ് പേയ്മെൻറ്റ് ഓർഡർ ചെയ്തേക്കുന്ന ആക്റ്റീവ്, ഷെഡ്യൂൾഡ്, എക്സ്പയർഡ്, അതായത് നേരത്തെ പോസ്റ്റ് ചെയ്ത് എക്സ്പയർഡ് ആയത് ഇനി പോസ്റ്റ് ചെയ്യാനുള്ളത് ഷെഡ്യൂൾഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം. ആക്റ്റീവ്, ലൈവായിട്ട് ആക്റ്റീവ് ഉള്ളത് അതിനകത്ത് കാണാം. ഇൻവോയ്സ് മീൻസ് ഞാൻ ഓൾറെഡി പേയ്മെൻറ്റ് പർച്ചേസ് ചെയ്തേക്കുന്നതിൻ്റെ ഇൻവോയ്സ് ആയിരിക്കും കാണുന്നത്, അതായത് ആഡ് എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതിനകത്ത് കാണാൻ പറ്റും. ഇത്രയാണ് നമുക്ക് OLXൻ്റെ ഒരു ബേസ്. നമുക്ക് നോർമലി ഇത്രയും കാര്യങ്ങൾ അറിയേണ്ടതില്ല. ഈ പറഞ്ഞ പോലെ സെല്ലിങ് അല്ലെങ്കിൽ ബൈയിങ് ഓപ്ഷൻ, സെല്ലിങ് ഓപ്ഷനാണ് നേരത്തെ നമ്മൾ കണ്ടത്. ബൈയിങ് ഓപ്ഷൻ ഈ പറഞ്ഞ പോലെ ഒരു ആഡ് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് കോൾ ബട്ടൺ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൾ ബട്ടൺ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് ചാറ്റ് ബട്ടണുണ്ട്, കോൾ ബട്ടണുണ്ട്. ഡയറക്റ്റ്ലി കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോൾ ബട്ടൺ പ്രസ് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി കോൾ പോകും. ഇതെല്ലാം ചാറ്റ് ചെയ്ത് നമുക്ക് കോൾ ചെയ്യാൻ താല്പര്യമില്ല, ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചാറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചാറ്റ് വിൻഡോ വരും. അതിനകത്ത് നമുക്ക് ഈ സെല്ലറുമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. കോൾ ആണെന്നുണ്ടെങ്കിൽ കോൾ ചെയ്യാൻ പറ്റും. കോൾ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി അത് ഫോണിൻ്റെ ഡയൽ പാഡ് വിൻഡോയിലേക്ക് വരും, നമുക്ക് അവിടെ നിന്ന് കോൾ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കോൾ ചെയ്യുന്നില്ല, ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീണ്ടും നമുക്ക് ആ ഒരു ബാക്ക് ബട്ടൺ കൊടുക്കുമ്പോൾ ആ ഒരു വിൻഡോയിലേക്ക് വരുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് OLXൻ്റെ ഒരു സെല്ലിംഗ് ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയേണ്ടത്. ഇത്രയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ വരുന്ന കമൻറ്റുകൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യാൻ നോക്കും. നമ്മൾ നേരത്തെ ഇതിന് മുന്നേ പരിചയപ്പെട്ട വീഡിയോയിൽ പഴയ OLXൻ്റെ ഇൻ്റർഫേസ് ആയിരുന്നു. ഇതിപ്പോൾ ഒരു പുതിയ ഇൻ്റർഫേസാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു പഴയതിനെക്കാട്ടിയും കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ്. ഒരു ഫീച്ചേർഡായിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു കുറച്ചൊരു സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട്. ഒരു അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട് എൻ്റെ ഒരു ഇൻ്റർഫേസ് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എങ്കിലും എനിക്ക് നോർമലി ഇത് ഇഷ്ടപ്പെട്ടു, ഓക്കെയാണ്. ഓക്കെ, എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ തൊട്ട് താഴെ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടണോട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.